കൊച്ചിയിൽ MDMAയുമായി യൂട്യൂബറും സുഹൃത്തും പിടിയിലായ സംഭവത്തിന് പിന്നാലെ സിനിമാ ഗ്രൂപ്പുകളിലടക്കം സജീവമായ ചർച്ചകളാണ്. സിനിമാ പ്രൊമോഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് പിടിയിലായ റിൻസി എന്നാണ് പുറത്തുവരുന്ന വിവരം. മാർക്കോ എന്ന സിനിമയടക്കമുള്ള പ്രൊമോഷൻ ഇവർ പ്രവർത്തിക്കുന്ന സ്ഥാപനം നടത്തിയിരുന്നു. ഇതോടെയാണ് പിടിയിലായ ആൾ ഉണ്ണി മുകുന്ദന്റെ പുതിയ മാനേജറാണെന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകളിൽ തെറ്റായ വിവരം പ്രചരിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ഉണ്ണി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. തനിക്കൊരു പേഴ്സണൽ മാനേജർ ഇല്ലെന്ന് ഉണ്ണി വ്യക്തമാക്കി. എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും സഹകരണങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും അദ്ദേഹം നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയായ UMF വഴിയോ കൈകാര്യം ചെയ്യുന്നതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്നതായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് വ്യക്തികളോടും പ്ലാറ്റ്ഫോമുകളോടും അഭ്യർത്ഥിക്കുന്നുണ്ട്. ആരെങ്കിലും സ്വയം തെറ്റായി പ്രതിനിധീകരിക്കുകയോ അത്തരം തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുകയോ ചെയ്താൽ കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാക്കുമെന്നും ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെ പേരിട്ട കുറിപ്പിൽ നടൻ മുന്നറിയിപ്പ് നൽകി. സിനിമാ പ്രൊമോഷൻ ചെയ്യുന്ന കമ്പനിയിലെ ജീവനക്കാരി മാത്രമാണ് റിൻസി എന്നാണ് പുറത്തുവരുന്ന വിവരം. കോഴിക്കോട് സ്വദേശികളായ റിൻസിയും സുഹൃത്ത് യാസർ അറാഫത്തുമാണ് തൃക്കാക്കര പോലീസിന്റെ പിടിയിലായത്. കാക്കനാട് പാലച്ചുവട്ടിലെ ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് 22.5 ഗ്രാം MDMA പിടിച്ചെടുത്തത്. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഫ്ളാറ്റിൽ പരിശോധന നടന്നത്. ഇവർ MDMA വിൽപ്പനക്കാരാണോ എന്നും സംശയമുണ്ട്. രാത്രി വൈകിയും പ്രതികളുടെ ഫ്ളാറ്റിൽ പരിശോധന നടന്നു. പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി. റിൻസിക്കും യാസറിനും എവിടെ നിന്നാണ് MDMA ലഭിച്ചതെന്നതടക്കം അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. നാട്ടിൽ നിന്നുള്ള ഒരാളിൽ നിന്നാണ് MDMA വാങ്ങിയതെന്നാണ് ഇരുവരും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി.